1943 ജൂലൈ 24 രാത്രി. അന്ന് ജർമ്മനിയിലെ ഹാംബർഗ് നഗരം ശാന്തമായി ഉറങ്ങുകയും, എന്നാൽ അതേ സമയത്ത് ഹാംബർഗിന്റെ ആകാശത്ത് മരണത്തിന്റെ ദൂതന്മാർ ചിറകടിച്ചുയർന്നു കഴിഞ്ഞു. 791 ബ്രിട്ടീഷ് വിമാനങ്ങൾ ഹാംബർഗ് ലക്ഷ്യമാക്കി പറന്നു. അന്ന് ഹാംബർഗ് നഗരം ഇരയായത് പരിശുദ്ധ ബൈബിളിലെ സോദോം ഗൊമോറ നഗരങ്ങൾ നേരിട്ടതിന് സമാനമായ സാഹചര്യം. ഓപ്പറേഷൻ ഗൊമേറ ഹാംബർഗ് നഗരത്തിന്റെ വിധി നിർണയിച്ചു. 1943 ജൂലൈയിൽ രണ്ടാം ലോകമഹായുദ്ധം അതിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയും, അപ്പോൾ നാസി ജർമ്മനിയുടെ അഹങ്കാരത്തിന് മേൽ കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ സഖ്യകക്ഷികൾ അതിക്രൂരമായ രഹസ്യ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടു. പരിശുദ്ധ ബൈബിളിൽ ദൈവകോപത്തിൽ അഗ്നി പെയ്ത് നശിച്ച ഗൊമോറ എന്ന നഗരത്തിന്റെ പേരായിരുന്നു ആ ദൗത്യത്തിന് അവർ നൽകിയത്. ഒരു നഗരത്തെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കാൻ പോകുന്ന ക്രൂരമായ പ്ലാനിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജർമ്മനിയുടെ വ്യാവസായിക തലസ്ഥാനമായ ഹാംബർഗ് ആയിരുന്നു. ഹാംബർഗ് എന്നത് ജർമ്മനിയുടെ രണ്ടാമത്തെ വലിയ നഗരവും ഏറ്റവും തന്ത്രപ്രധാനമായ തുറമുഖവുമായിരുന്നു. ഹിറ്റ്ലറുടെ നാസിപ്പടയ്ക്ക് ആവശ്യമായ അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകളും ഇവിടെയാണ് നിർമ്മിച്ചിരുന്നത്. ഇവിടുത്തെ ഫാക്ടറികളായിരുന്നു അതിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഹാംബർഗിനെ തകർത്താൽ ജർമ്മനിയുടെ നട്ടലൊടിയുമെന്ന് ബ്രിട്ടീഷ് എയർ മാർഷൽ സർ ആർതർ ഹാരിസ് ഉറപ്പിച്ചിരുന്നു. അത് കേവലം ഒരു സൈനിക ആക്രമണമായിരുന്നില്ല, ജർമ്മൻ ജനതയുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള ഒരു കാർപ്പറ്റ് ബോംബിംഗ് തന്ത്രമായിരുന്നു. ഒടുവിൽ 1943 ജൂലൈ 24 എന്ന ആ ദിവസം വന്നു. അന്ന് രാത്രി 791 ബ്രിട്ടീഷ് വിമാനങ്ങൾ ഹാംബർഗ് ലക്ഷ്യമാക്കി പറന്നു. അന്നേ ദിവസം സഖ്യകക്ഷികൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു പുതിയ യുദ്ധതന്ത്രം പ്രയോഗിക്കുകയും ചെയ്തു. അതിന്റെ പേരായിരുന്നു വിട്ടോ. ടൺ കണക്കിന് അലുമിനിയം ഫോയിലുകൾ ആകാശത്ത് വിതറി അവർ ജർമ്മനിയുടെ റഡാർ സംവിധാനങ്ങളെ പൂർണ്ണമായും കൺഫ്യൂഷനിലാക്കി. റഡാർ സംവിധാനങ്ങൾക്ക് അലുമിനിയം ഫോയിലുകൾ ലക്ഷക്കണക്കിന് വിമാനങ്ങളായി തെറ്റിദ്ധരിച്ചു. അതോടെ ജർമ്മൻ പ്രതിരോധ പീരങ്കികൾക്ക് ലക്ഷ്യം തെറ്റി. പുലർച്ചെ 1 മണിയോടെ ഹാംബർഗിന്റെ ആകാശത്തു നിന്നും ആദ്യത്തെ ബോംബുകൾ വർഷിക്കപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ നഗരം ഒരു തീ നഗരമായി മാറി. ജൂലൈ 24 തുടങ്ങിയ ആക്രമണം ദിവസങ്ങളോളം തുടർന്നു. ജൂലൈ 27 രാത്രി ഹാംബർഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത രാത്രിയായിരുന്നു. സഖ്യകക്ഷികൾ വർഷിച്ച ലക്ഷക്കണക്കിന് തീ പിടിപ്പിക്കുന്ന ബോംബുകളായിരുന്ന ഇൻസെൻഡിയർ ബോംബുകൾ നഗരത്തെ ഒരു തീ ചൂളയാക്കി. അക്കാലത്തെ വരണ്ട കാലാവസ്ഥ കൂടിയായപ്പോൾ കത്തിയെരിഞ്ഞ തീജ്വാലകൾ ഒന്നിച്ചു ചേർന്ന ഒരു ഭീമാകാരമായ അഗ്നി ചുഴലിയായി മാറി. അന്തരീക്ഷത്തിലെ താപനില 800 ഡിഗ്രി സെൽഷ്യസ് കടന്നതോടെ റോഡിലെ ടാർ ഉരുകി ഒലിക്കുകയും കാറ്റിൽ ഓക്സിജൻ പൂർണ്ണമായും വറ്റി വരളുകയും ചെയ്തു. ഭൂഗർഭ അറകളിൽ അഭയം തേടിയ ആയിരക്കണക്കിന് ആളുകൾ പുക ശ്വസിച്ചും ശ്വാസം മുട്ടിയും മരിച്ചു. അനേകം മനുഷ്യർ ജീവനോടെ കരിഞ്ഞില്ലാതാണ്. ഓഗസ്റ്റ് ആദ്യവാരത്തോടെ ഓപ്പറേഷൻ ഗൊമേറ അവസാനിക്കുമ്പോൾ ഹാംബർഗ് ഒരു ശ്മശാനമായി മാറിക്കഴിഞ്ഞു. അന്ന് ഏകദേശം 40,000 നിരപരാധികളായ മനുഷ്യർക്കായിരുന്നു ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും. നഗരത്തിന്റെ പകുതിയിലേറെ ഭാഗം ചാരമായി മാറി. 10 ലക്ഷത്തിലധികം ജനങ്ങൾ അഭയാർത്ഥികളായി. അവർ തെരുവിലേക്ക്. ഹിറ്റ്ലറുടെ ആയുധമന്ത്രി ആൽബർട്ട് സ്പിയർ പിന്നീട് ഇതേക്കുറിച്ച് പറഞ്ഞത്, ഇത്തരത്തിലൊരു ആക്രമണം മറ്റ് 4-5 നഗരങ്ങളിൽ കൂടി തുടർച്ചയായി ഉണ്ടായിരുന്നുവെങ്കിൽ ജർമ്മനിക്ക് അന്ന് തന്നെ തോറ്റ് പിന്മാറേണ്ടി വരുമായിരുന്നു എന്നാണ്. ആ ജൂലൈ 24 നടന്ന ഓപ്പറേഷൻ ഗൊമേറ രണ്ടാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾക്ക് നൽകിയ വലിയ മേൽക്കൊയ് ആയിരുന്നു. ജർമ്മനിയുടെ സൈനിക ശക്തിയെ അത് തളർത്തുകയും ചെയ്തു. എന്നാൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ചോര വീഴ്ത്തിയ ഈ ദൗത്യം യുദ്ധങ്ങളുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നമായി ഇന്നും ചരിത്രത്തിൽ അവശേഷിക്കുന്നു. ദശലക്ഷക്കണക്കിന് നിരപരാധികളായ ജൂതന്മാരെ കൊന്നുതള്ളിയ നാസിപ്പടയ്ക്ക് തിരിച്ചടി അനിവാര്യമായിരുന്നുവെങ്കിലും ഇത്തരം ആക്രമണങ്ങളിലൂടെ വിജയങ്ങൾ പലപ്പോഴും കെട്ടിപ്പടുക്കുന്നത് നിരപരാധികളായ ജനങ്ങളുടെ ചിതാഭസ്മത്തിന് മേലെ.